ഭാഗ്യലക്ഷ്മി. അവൾ അമ്മയ്ക്കിപ്പ ദേവതയാ, എനിക്കവൾ രാക്ഷസി. അവളുടെ നാശം, അവൾ ഇല്ലാതായി തീരുന്നത്, അത് കാണണം ചെറിയമ്മാവ എനിക്ക്. ആ രാഹേലമ്മ സെമിത്തേരിയിൽ കുഴിച്ചുമൂടിയതാണത്രേ. അതിന് സാക്ഷി പറയാൻ ചില കൂട്ടുകാരും. എല്ലാ കള്ളത്തരവും വെളിച്ചത്ത് കൊണ്ടുവന്ന് തുരത്തി ഓടിക്കണം അതിന്. ആദ്യം ആ തള്ളയുടെ നിജസ്ഥിതി അറിയാൻ കഴിയണം. മരിച്ചുപോയെന്ന് ചിലരും ജീവിച്ചിരിപ്പുണ്ടെന്ന് മറ്റു ചിലരും പറയുന്ന ആ സ്ത്രീ, അവരുടെ സത്യാവസ്ഥ എന്താണെന്ന് ആദ്യം അറിയണം. ആ കിളവി അവര് ഭൂമിയിലാണോ അതോ സ്വർഗത്തിലാണോ? എവിടെയായാലും ഞാനവരെ എത്തിക്കും, അങ്ങ് തൃശങ്കുവിൽ. പത്തില് താഴെ ഒരു സംഖ്യ പറയുക. 7. ഒറ്റ സംഖ്യയാണ്. പൂയം നക്ഷത്രം. ആ സ്ത്രീ മരിച്ചുപോയിട്ടുണ്ടെന്ന് പറയുന്നതിൽ വല്ല സത്യമുണ്ടോ നോക്ക്. എന്താ ചെറിയമ്മാവ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ഒന്നും കൃത്യമായി അങ്ങോട്ട് തെളിയുന്നില്ല. ആകെ ഒരു മങ്ങല് പോലെ. മങ്ങലോ? ആ സ്ത്രീ ആകെ കുഴപ്പം പിടിച്ചൊരു ജാതകക്കാരിയാണല്ലോ. എന്നുവെച്ചാ? രാശിപ്പലകയിൽ കവടി തെളിയുന്നില്ല. അതിനർത്ഥം ശത്രു നിസ്സാരക്കാരിയല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ചെറിയമ്മാവനെ തന്നെ വിളിച്ചു വരുത്തിയത്. പേടിക്കണ്ട. രാശിപ്പലകയിൽ തെളിയാത്തതിനെ ഹോമകുണ്ഡത്തിലേക്ക് ആവാഹിച്ചു വരുത്തും ഞാൻ. എത്രയും വേഗം അത് ചെയ്യണം ചെറിയമ്മാവ. ഹോമകുണ്ഡത്തിൽ ആവാഹിച്ചു വരുത്തി ചുട്ട് കരിക്കണം രണ്ടിനെ. നിന്റെ ശത്രു ചെറിയമ്മാവിന്റെ ശത്രുവാ. കാളിയാടന്റെ രാശിപ്പലകയിൽ നിന്നേ അവർക്ക് കുതിരയോടാൻ പറ്റൂ. തകർത്തിരിക്കും. അതിനുവേണ്ടി ഞാൻ ഇന്നോളം ആർജിച്ചിട്ടുള്ള സകല മന്ത്ര തന്ത്ര വിദ്യകളും ഞാൻ പ്രയോഗിച്ചിരിക്കും. ഇനി അങ്ങോട്ടുള്ള എന്റെ ജീവിതം അതിനു വേണ്ടിയുള്ളതാ. അതിനു വേണ്ടി മാത്രം. എന്തുപറ്റി? ഒന്നുമില്ല. ബൈബിള് വായിക്കുന്നില്ലേ? വായിച്ചു. ദേ, അത് കള്ളം. ഞാൻ ശ്രദ്ധിച്ചു. വല്യമ്മച്ചി ഇന്ന് ബൈബിള് വായിച്ചിട്ടില്ല. സാധാരണ അടുക്കളയിൽ എന്നെ സഹായിക്കാൻ വരാറുള്ളതാ, അതിനും വന്നിട്ടില്ല. എന്താ പറ്റിയേ? സുഖയില്ലേ? പനിയൊന്നുമില്ലല്ലോ. പനി ഉള്ളില്ല. എന്നാ വാ, നമുക്ക് ഡോക്ടറെ കാണിക്കാം. വല്യമ്മച്ചി എഴുന്നേക്ക്. എണീക്ക്. നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടറെ അടുത്തേക്ക് പോവാംന്നേ. എഴുന്നേക്ക്.
ഈ പനി ഡോക്ടറെ കാണിച്ചാലൊന്നും മാറില്ല. വെച്ചോണ്ടിരുന്ന അധികമാവും വല്യമ്മച്ചി. വല്യമ്മച്ചി എഴുന്നേറ്റേ. ഇത് പനിയൊന്നും അല്ല കുട്ടി, പിന്നെ ആദ്യ. എന്താതി? നീ അന്ന് കണ്ട സ്വപ്നം അത് നടക്കാൻ പോകുന്നൊരു തോന്നൽ. വാനപ്രസ്ഥത്തിന് സമയമായി. തിളങ്ങുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉപേക്ഷിച്ച് ഒരു കാനന യാത്ര, സർവവും ത്യജിച്ചുള്ള യാത്ര. വല്യമ്മച്ചി എന്തൊക്കെയാ പറയുന്നേ? നിന്റെ സ്വപ്നത്തിന്റെ ഉൾവിളി വല്യമ്മച്ചി കേൾക്കുന്നത് പോലെ. ഇല്ല, അത് വെറും സ്വപ്നമാണെന്നല്ലേ വല്യമ്മച്ചി എന്നോട് പറഞ്ഞത്? അത് വല്യമ്മച്ചിയുടെ പ്രാർത്ഥനയായിരുന്നു. എല്ലാം സ്വപ്നമാവണേ എന്നുള്ള പ്രാർത്ഥന. നിങ്ങളെ വിട്ടുപോവാനുള്ള മടി. അതുകൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞ് സ്വയം സമാധാനപ്പെടാൻ ശ്രമിച്ചത്. വല്യമ്മച്ചി അങ്ങനൊന്നും പറയരുത്. ഇല്ല, വല്യമ്മച്ചി എവിടേക്കും പോവാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ സ്നേഹം അതാണ് വല്യമ്മച്ചിയെ പിടിച്ചു വെക്കുന്നത്. നിന്നെയും സൈമനെയും വിട്ടുപോവാൻ ഈ വല്യമ്മച്ചിക്ക് മനസ്സ് വരുന്നില്ല. വല്യമ്മച്ചി എവിടെയും പോവില്ല. അപ്പോ നീ കണ്ട സ്വപ്നം? ഞാൻ വല്യമ്മച്ചിയുടെ ഒപ്പം തന്നെ ഇല്ലേ? അപ്പൊ പിന്നെ അതിനെ തടയാനും എനിക്ക് കഴിയും. നീ എൻ്റെ കൂടെ തന്നെ ഉള്ളപ്പോ ഞാൻ എങ്ങനെ പോവല്ലേ? അതെ, അങ്ങനെ സംഭവിക്കില്ല വല്യമ്മച്ചി. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അഥവാ സംഭവിച്ചാലും ആ വിഷമാവസ്ഥയെ തരണം ചെയ്യാനുള്ള ശക്തിയും മനസ്സും നിന്റെ ചോറ്റാനിക്കരമ്മ നിനക്ക് തരും. വല്യമ്മച്ചി, നിന്നെ വിട്ടിട്ട് പോവാൻ മനസ്സ് വരുന്നില്ല. ഓർക്കുമ്പോ ഒരു ഉൾഭയം. അതാ പറഞ്ഞത്. വല്യമ്മച്ചി എവിടേക്കും പോണ്ട. ആഗ്രഹം അതാണ് കുട്ടി. വിധി എന്താണെന്ന് ആർക്കറിയാം? വല്യമ്മച്ചി ഒന്നും ഓർത്ത് സങ്കടപ്പെടരുത്. കുറച്ചു നേരം ഇരുന്ന് ബൈബിള് വായിക്ക്. അതോടെ എല്ലാ വിഷമവും മാറും. ജെറുസലേമിനെ കുറിച്ചുള്ള വിലാപം. ഇതോർത്ത് ഞാൻ ദുഃഖിക്കുകയും നഗ്നനും നിഷ്പാദകനുമായി ഞാൻ നടക്കും. കുറുനരികളെപ്പോലെ ഞാൻ നിലവിളിക്കും. ഒട്ടകപ്പക്ഷികളെപ്പോലെ ഞാൻ വിലപിക്കും. എന്തെന്നാൽ അവളുടെ മുറിവുകൾ ഒരിക്കലും സുഖപ്പെടാത്തതാണ്. നിന്നെ ഇല്ലാതാക്കണം, അതാണ് അവരുടെ ശ്രമം. മോള് സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമാണ്. കാളിയാടൻ അവനൊരു രാക്ഷസനാണ്. അമ്മയ്ക്ക് ഇങ്ങനൊരു അനിയനുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അച്ഛന്റെ രണ്ടാം കെട്ടിലെ സന്തതിയാണ്. ഭജനം ഇരിക്കാൻ പോയ ഏതോ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടിയ അന്തർജനം. നമ്പൂതിരി സ്ത്രീയോട് അച്ഛന് തോന്നിയ കമ്പം എന്റെ രണ്ടാനമ്മയുടെ സ്ഥാനം വരെ എത്തിച്ചു. കർക്കിടകത്തിലെ ഒരു കർത്തവാവ് ദിവസവാ അവന്റെ ജനനം. കർത്തവാവിൽ ജനിച്ച അവനെ അച്ഛൻ കാളിയാടൻ എന്ന് പേരിട്ടു. പിറന്ന വീണ അന്ന് തന്നെ കാളിയാർ മഠത്തിലെ കൊമ്പൻ ചരിഞ്ഞു. ഇവൻ അസുരവിത്തെന്ന് ജ്യോത്സ്യന്മാർ വിധി എഴുതി. അതച്ചട്ടുപോലെ ശരിയാവുന്ന വിധത്തിലായിരുന്നു അവന്റെ വളർച്ച. അന്തർജനത്തിന്റെ ഗർഭപാത്രത്തിൽ ജന്മം കൊണ്ട അവൻ 10-ാം വയസ്സിൽ മദ്യം കഴിച്ചു തുടങ്ങി. ബ്രഹ്മഹത്യയ്ക്ക് തുല്യമായി ഇറച്ചി മീനും ഒക്കെ കഴിച്ചു തുടങ്ങി. കാളിയാർ മഠത്തിലെ അടുക്കളയിലും ചായ്പിലും പത്തായിപ്പുരയിലും അവന്റെ ശല്യം സഹിക്കാൻ കഴിയാതെ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ബാല്യക്കാരികളുടെ ബഹളം.
സ്വന്തം കുഞ്ഞ് വഴിതെറ്റി പോകുന്നു തോന്നിയപ്പോ മകനെ ബ്രാഹ്മണനാക്കി വളർത്തണമെന്ന് അവന്റെ അമ്മ ശ്രീദേവി അന്തർജനത്തിന് നിർബന്ധം പിന്നെ വാശിയായി. അവരവനെ ഉപനയനം ചെയ്യിച്ചു, വേദം പഠിപ്പിച്ചു. പക്ഷേ വേദങ്ങളോടായിരുന്നില്ല അവന് താല്പര്യം. ദുർമന്ത്രവാദങ്ങളോടായിരുന്നു അവന് കൂടുതൽ ഇഷ്ടം. അവന്റെ ആഭിചാര കർമ്മങ്ങൾക്ക് കാളിയാർ മഠം ഒരു പരീക്ഷണശാലയായി മാറി. കാളിയാടൻ എന്ന ദുഷ്ടനെ അവിടെ നിന്നും അകറ്റിയില്ലെങ്കിൽ അവൻ കുലം മുടിക്കുമെന്ന് അച്ഛൻ ഉറപ്പായി. കർക്കിടകത്തിലെ കോരിച്ചൊരിയുന്ന ഒരു മഴയുള്ള ദിവസം അച്ഛൻ കാളിയാടനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്റെ മകന് സ്ഥാനമില്ലാത്ത വീട്ടിൽ നിൽക്കാൻ തനിക്കും മനസ്സില്ല എന്നും പറഞ്ഞ് അവന്റെ അമ്മയും കൂടെ ഇറങ്ങിപ്പോയി. എന്തിന്റെ പേരിലാണോ അച്ഛൻ അവരെ ഇറക്കി വിട്ടത്, അതിനുവേണ്ടി അവൻ അവന്റെ ജീവൻ തന്നെ ഹോമിച്ചു. കാളിയാടൻ അറിയാത്ത മന്ത്രങ്ങളില്ല, പൂജാവിധികളില്ല. ചുട്ട കോഴിയെ പറപ്പിക്കുന്നെന്ന് കേട്ടിട്ടില്ലേ? അവന്റെ ദുർമന്ത്രവാദത്തിനു മുന്നിൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് എന്റെ മോള് സൂക്ഷിക്കണം. അവിടെ നടക്കുന്ന ഗൂഢാലോചനകൾ മോളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതാണ്. എന്റെ ജീവന്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. ഞാൻ കാരണം അമ്മയ്ക്കും മറ്റുള്ളവർക്കും ഒന്നും സംഭവിക്കരുത്. കാളിയാടന്റെ വരവ് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഞാൻ അങ്ങേയറ്റം വെറുക്കുന്നവനാണ് എന്നറിഞ്ഞിട്ടും ശിവഗാമി അവനെ ക്ഷണിച്ചു വരുത്തുമെന്ന് അമ്മ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. എല്ലാം നശിപ്പിച്ച് അവൾ അടങ്ങൂ. ഏതായാലും അമ്മ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്താ അമ്മേ? ഇവിടുന്ന് രക്ഷപ്പെടുക എന്ന് തന്നെ. രക്ഷപ്പെടാനോ? എവിടേക്ക്? അവിടുന്ന് എവിടേക്ക് രക്ഷപ്പെടുമെന്ന് അമ്മ പറയുന്നത്? നമുക്ക് പാലക്കാടേക്ക് പോകാം, കാളിയാർ മഠത്തിലേക്ക്. കാളിയാർ മഠത്തിലേക്കോ? അവിടേക്ക് അവൻ വരില്ല. കാളിയാടിന്റെ കൺവെട്ടത്തു നിന്നും മോള് പോയേ പറ്റൂ. എവിടേക്ക് പോയാലും അയാളുടെ മന്ത്രശക്തി എന്റെ പിന്നാലെ ഉണ്ടാവില്ലേ? പിന്നെ അമ്മ എന്തു ചെയ്യും? എനിക്ക് നിന്നെ വേണം. എനിക്കൊന്നും സംഭവിക്കില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കെ. അതിനുവേണ്ടി സദാസമയവും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും വഴിപാടും പൂജയും നടത്തുന്നുമുണ്ട്. എന്റെ മോളെ കാളിയാടന്റെ ചതിയിൽ വീഴ്ത്താതെ കാത്തുകൊള്ളുന്ന ഈശ്വര, എന്നെ അപേക്ഷിക്കാത്ത ദൈവങ്ങളില്ല. എന്റെ കാര്യം ഓർത്ത് സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞില്ലേ? ശിവഗാമിയും കാളിയാടനും എന്നെ ഒന്നും ചെയ്യില്ല. എനിക്ക് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ വലുതും സംഭവിക്കണമെങ്കിൽ ആദ്യം ഈ അമ്മ ഇല്ലാതാവണം. എന്റെ ശവത്തിൽ ചവിട്ടിയിട്ടേ ശിവഗാമിക്കും കാളിയാടനും മോൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം മതി മോളെ. എന്റെ കുട്ടിയെ കാത്തോളണേ ദേവി. കാളിയാടൻ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. ചെറിയമ്മാവൻ കാര്യം പറഞ്ഞില്ല. ലക്ഷണം വെച്ച് നോക്കുമ്പോ പ്രശ്നം സങ്കീർണമാണ്. ഈ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ ചെറിയമ്മാവൻ പോവരുത്. ചെറിയമ്മാവനും വിശ്വസിക്കുന്നുണ്ടോ ആ തള്ള മരിച്ചുപോയതാണെന്ന്? നിമിത്ത ലക്ഷണങ്ങൾ വഴിവെക്കുന്നത് അവിടേക്കാണ്. എന്നുവെച്ചാ? പറഞ്ഞില്ലേ, കവടി നിരത്തിയിട്ട് കാര്യമില്ല. ഹോമം തന്നെ വേണ്ടി വന്നേക്കും. പൂജയോടുകൂടിയ ഉഗ്രഹോമം. എന്നുവെച്ചാൽ ഒഴിപ്പിക്കൽ. ഒഴിപ്പിക്കാൻ ഇവരതിന് പ്രേതവും ഭൂതമൊന്നും അല്ലല്ലോ. ആണെങ്കിലോ? പ്രശ്നം വച്ച് നോക്കിയപ്പോൾ റാഹേലമ്മ ഒരു സാധാരണ സ്ത്രീ അല്ല എന്ന് ബോധ്യമായി. കവടിപ്പലകയിൽ രാശി തെളിയുന്നില്ല എന്നാണ് ലക്ഷണമെങ്കിൽ ആള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പ്രയാസം. ആ സ്ഥിതിക്ക് അങ്ങനെ വല്ല പ്രേതബാധയൊക്കെ ആണെങ്കിൽ ഒഴിഞ്ഞു പോയിക്കോട്ടെ.
റാഹേലമ്മയെ ഒഴിപ്പിച്ചതുകൊണ്ട് നമുക്കെന്താ കാര്യം? ഭാഗ്യലക്ഷ്മി മനുഷ്യ സ്ത്രീയാണ്. മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് നമുക്കവളെ ഒന്നും ചെയ്യാനാവില്ല. എന്നുവെച്ചാ അവളുടെ ശക്തി ക്ഷയിപ്പിക്കണം. അത്രേ നമുക്കിപ്പോൾ സാധിക്കുള്ളൂ. നിന്റെ അമ്മയുടെ സ്വപ്നഫലവും വെച്ച് നോക്കുമ്പോൾ ദേവീ ചൈതന്യമുള്ള ഭാഗ്യലക്ഷ്മിയുടെ ഉപദേവതയാണ് റാഹേലമ്മ. ചെറിയമ്മാവനും അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കൊന്നുമല്ല, സംശയിക്കാം. ഇനിയിപ്പോ അഥവാ അങ്ങനെയാണെങ്കിൽ ഭാഗ്യലക്ഷ്മിയുടെ ശക്തി ആ ഉപദേവതയായിരിക്കും. അതിനെ തകർക്കാൻ പറ്റിയാൽ മോളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. തകർക്കണം, തച്ചുടയ്ക്കണം. ഭാഗ്യലക്ഷ്മിയുടെ മുന്നിൽ റാഹേലമ്മയുടെ ചോര വീഴ്ത്തണം. ചോര വീഴ്ത്താം. എന്നേക്കുമായി അവരെ ഭാഗ്യലക്ഷ്മിയിൽ നിന്ന് അകറ്റുകയും ചെയ്യാം. അതിനൊക്കെ ഈ കാളിയാടൻ വിചാരിച്ചാൽ നടക്കും. റാഹേലമ്മ പോയാ പിന്നെ ഭാഗ്യലക്ഷ്മി പൂജ്യോ, വെറും പൂജ്യം. പിന്നെ അവളെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ ഞാൻ മതി. നോക്കിക്കോ, സമയം കുറിച്ച് വച്ചോ. 24 മണിക്കൂർ. 24 മണിക്കൂർ തികച്ചു വേണ്ട കാളിയാടന് റാഹേലമ്മയെ ഭാഗ്യലക്ഷ്മിയിൽ നിന്നും എന്നേക്കുമായി അകറ്റാൻ. അതെ, അവരുയിരോടെയുള്ളവരാണെങ്കിൽ ജീവച്ഛവമായി മാറും. അതല്ല, മരിച്ചു മണ്ണടിഞ്ഞൊരു ശരീരത്തിന്റെ ആത്മാവാണെങ്കിൽ അവരെ പരലോകത്ത് അയച്ചിരിക്കും ഈ ചെറിയമ്മാവൻ. എന്താ 2 ദിവസമായിട്ട് സദാസമയം ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥനയാണല്ലോ. മാലാഖമാര് വന്ന് വിളിച്ചു കൊണ്ടുപോവാൻ നേരായില്ലേ? അതുകൊണ്ടാവും എപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്നുള്ള തോന്നൽ. വല്യമ്മച്ചി എന്തിനാ വേണ്ടാത്തത് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത്? ചിന്തിച്ചു കൂട്ടുന്നതല്ല കുട്ടി, സമയായി. എന്ത് സമയം? സമയം തീരുമാനിക്കുന്നത് നമ്മളൊന്നും അല്ലല്ലോ, ദൈവമല്ലേ. എന്റെ സമയം തീരുമാനിക്കുന്നത് ഇപ്പൊ മറ്റൊരാളാ, കാളിയാ. കാളിയാടനോ? അതെ, എന്നെ തുരത്തി ഓടിക്കാൻ വേണ്ടി കാളിയാർ പൂജയും ഹോമവും തുടങ്ങി. വല്യമ്മച്ചേ, ആരും ഒന്നും ചെയ്യില്ല. കാളിയാടനെ വിളിച്ചു വരുത്തിയത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാ. നിന്നെ തോൽപ്പിക്കാനല്ല, അവൻ ആദ്യം റാഹേലമ്മയുടെ ശവപ്പെട്ടിയുടെ മോളിൽ ആണിയടിക്കണം. വല്യമ്മച്ചി എന്തൊക്കെ ഈ പറയുന്നേ? സത്യങ്ങൾ. സത്യോ? എന്ത് സത്യം? എന്റെ മകൻ ജോണിക്കുട്ടി തേടി നടന്ന സത്യങ്ങൾ. വല്യമ്മച്ചി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ ഈ പറയുന്നത്? നിന്റെയും സൈമന്റെയും അടുത്തുനിന്ന് പോവാൻ മനസ്സില്ലാതെ നിൽക്കുന്ന ഞാൻ എന്നെ ഹോമകുണ്ടത്തിലേക്ക് എറിയാൻ കാത്തു നിൽക്കുന്ന കാളിയാർ അവനവന്റെ ജോലി തുടങ്ങിക്കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ വല്യമ്മച്ചിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാളിയാടൻ 24 മണിക്കൂറിനെ നിമിഷങ്ങളാക്കിയിരിക്കുകയാണ് അയാൾ. അതിൻ്റെ അർത്ഥം ഏറ്റവും അടുത്ത മുഹൂർത്തം. വൈശാഖ മാസത്തിലെ ആദ്യത്തെ ചതുർദശിയാണിന്ന്. മേടമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞുള്ള ആദ്യ പകൽ. കാളിയാറിൻ്റെ ജനനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അവൻ്റെ പൂജയും ഹോമവും
വിജയത്തിൻ്റെ ഉച്ചിയിലെത്തുന്ന ദിവസം അവൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്തും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അവൻ ശിവകാമിയോട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. വല്യമ്മച്ചി, എനിക്ക് പേടിയാവുന്നു. അരുതാത്തത് എന്തേലും സംഭവിച്ചാ? സംഭവിക്കും. ആ പൂജ നടന്നാൽ വല്യമ്മച്ചിക്ക് നിങ്ങളെ വിട്ട് പോകേണ്ടി വരും. ആ കാര്യത്തിൽ തർക്കം വേണ്ട. അപ്പൊ പിന്നെ നമ്മളിനി എന്ത് ചെയ്യും? ചെയ്യാനൊന്നുമില്ല. കാളിയാറിന്റെ പൂജ മുടക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. എന്തിനാ അയാൾ ഈ ക്രൂരത വല്യമ്മച്ചിയോട് ചെയ്യുന്നത്? ഞാനല്ല, നീ തന്നെയാണ് ലക്ഷ്യം. നിന്റെ ചൈതന്യമാണ് ഞാൻ. ആ ചൈതന്യം തല്ലിക്കെടുത്തിയാൽ ഭാഗ്യലക്ഷ്മിയുടെ ശക്തി ഇല്ലാതാകും. എന്റെ ശക്തിയോ? ഞാൻ മരിച്ചുപോയ അമ്മച്ചി ജീവിച്ചിരിക്കുന്നത് കണ്ട് എൻ്റെ മകൻ ജോണിക്കുട്ടി നടുങ്ങിയില്ലേ? പേടിച്ച് ബോധം കെട്ട് വീണില്ലേ? വല്യമ്മച്ചി ജീവനോടെ ഇരിക്കുന്നത് അമ്മാവൻ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ലേ? വിശ്വസിക്കില്ല. കാരണം അവൻ പറഞ്ഞതാണ് സത്യം. എന്ത്? ആ സത്യം അറിയാവുന്ന ഒരേ ഒരാൾ എൻ്റെ മകൻ ജോണിക്കുട്ടി മാത്രമാണ്. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും വേളാങ്കണ്ണിയിലേക്ക് തിരിച്ചു പോകാതെ അവൻ ഇവിടെ തന്നെ നിൽക്കുന്നത്. സൈമന്റെ കൊച്ചാപ്പൻ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞ? ഞാൻ മരിച്ചതാണ്.